ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. അതുപോലെ റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളും ആ വ്യക്തിയും ഈ ബന്ധത്തിൽ സന്തോഷത്തോടെയാണോ മുന്നോട്ട് പോകുന്നതെന്ന് ഇവിടെ യൂണിവേഴ്സ് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങളോട് ആദ്യകാലങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സന്തോഷവും സംതൃപ്തിയും ആ ഹാപ്പിനെസ്സൊക്കെ ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നു. അതുപോലെ നിങ്ങളുടെ ബന്ധം വളരെ നീണ്ട കാലയളവിലുള്ള ഒരു ബന്ധമാണെന്നും നിങ്ങൾക്ക് മറ്റൊരു ബന്ധം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്നും ഇവിടെ യൂണിവേഴ്സ് ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു ബന്ധത്തോട് ഒരു താല്പര്യവുമില്ല, ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബന്ധത്തിലെ വിട്ടുവീഴ്ച എല്ലാ കാര്യങ്ങൾക്കും ചെയ്യേണ്ടതില്ല. കാര്യങ്ങൾ തുറന്ന് പറയേണ്ട കാര്യങ്ങൾ തുറന്ന് തന്നെ സംസാരിക്കുക എന്ന് പറയുന്നുണ്ട്. ആവശ്യമുള്ള കാര്യങ്ങളിൽ മാത്രം വിട്ടുവീഴ്ച മനോഭാവം ചെയ്യാനും പറയുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുകയും വേണമെന്നാണ് പറയുന്നത്. വിട്ടുവീഴ്ച മനോഭാവം കാണിക്കേണ്ടെന്നല്ല, ആവശ്യമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്യാം. അല്ലാത്ത കാര്യങ്ങൾ പറയേണ്ടത് പറയുകയും വേണം. അറിയാനുള്ള കാര്യങ്ങൾ അറിഞ്ഞ് ചോദിച്ച് മനസ്സിലാക്കാനും പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റിയൊരു ബന്ധമായിട്ടല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വേദന അനുഭവിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ ബന്ധം നിങ്ങൾ നിലനിർത്താനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ഒരു പക്ഷേ നിങ്ങളിത് വേണ്ട എന്ന് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ ഒരുപാട് ബുദ്ധിമുട്ടും വേദനയും അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ പ്രധാനമായ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ പങ്കാളിയും ഉൾപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യത്തെ അതിനെ വിശ്വസിച്ചുകൊണ്ട് ഇപ്പോൾ നിലവിലുള്ള ബന്ധം നിങ്ങളുടെ ജീവിതത്തിന് മൂല്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ അർഹിക്കുന്നതെല്ലാം നിങ്ങളുടെ ബന്ധത്തിൽ നൽകുകയും കിട്ടുകയും ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ സത്യസന്ധമായി സ്വയം ചോദിക്കാനും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഈ പങ്കാളിയെ കിട്ടിയതിന് എല്ലാ ദിവസവും ഉണരുമ്പോൾ തന്നെ ദൈവത്തോട് നന്ദി പറയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് അത്രയും നല്ലൊരു പങ്കാളിയാണ്. ഇവിടെ പറയുന്നത് പോലെ യൂണിവേഴ്സ് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് ശരിയുത്തരമാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ പങ്കാളി അത്രയും ബെറ്ററായ ഒരു പങ്കാളിയാണെന്നും അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് സത്യസന്ധമായിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിൽ തൊട്ട് ഈശ്വരനോട് നന്ദി പറയാനാണ് പറയുന്നത്. അതുപോലെ ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടോ എന്നും സംശയിക്കാനുള്ള സമയം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആഴത്തിൽ കൊടുക്കാതിരിക്കുക. അതിന് പകരം നിങ്ങളുടെ ജോലിയിൽ ആഴത്തിൽ മുഴുകാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അനാവശ്യമായ സംശയരോഗം വച്ച് പുലർത്തേണ്ട കാര്യമില്ല എന്ന് പറയുന്നു. അതുപോലെ നിങ്ങളുടെ ഭാവിയിൽ എവിടെയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കാണുന്നുണ്ടോ എന്നും ചോദിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ഭാവി ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ സ്വപ്നം കാണുമ്പോൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയെ കൂടെ സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും അതിൽ പങ്കാളിയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് ഇവിടെ യൂണിവേഴ്സ് ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലാണോ നിങ്ങളുടെ പങ്കാളി നിങ്ങളോട് പെരുമാറുന്നുണ്ടോ എന്ന് നോക്കാനും, അതുപോലെ നിങ്ങളുടെ പങ്കാളി നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലല്ല എങ്കിൽ നിങ്ങൾ ഒന്ന് പുനർചിന്തനം ചെയ്യേണ്ടതുണ്ട് എന്നുമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പുനർചിന്തനം ചെയ്ത് നോക്കാമെന്ന് പറയുന്നു. ഒരു ബന്ധം എന്ന് പറയുന്നത് ജീവിതത്തിൽ ആവേശമുള്ളതായിരിക്കണമെന്നും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ എപ്പോഴും അന്വേഷിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണമെന്നും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ മികച്ചവരാകാൻ നിങ്ങളെ പ്രചോദനം നൽകുന്ന വ്യക്തിയായിരിക്കണം എന്നും ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുള്ളൊരു വ്യക്തിയാണോ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് നിങ്ങൾക്ക് തന്നെ സ്വയം ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. അപ്പം നമ്മുടെ ലൈഫിൽ
നമ്മൾ എന്ത് പോരാട്ടം നടത്തിയാലും അത് നമുക്ക് അനുയോജ്യമാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കേണ്ടതുണ്ടെന്ന് പറയുന്നുണ്ട്. അത് സാമ്പത്തികമായും സാമൂഹികമായി വിജയിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കഷ്ടപ്പാട് ഒരുപാട് നിങ്ങളുടെ ലൈഫിൽ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായി ജീവിത വിജയം കൈവരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുന്നിൽ നിങ്ങൾ ബഹുമാനിക്കപ്പെട്ട, അല്ലെങ്കിൽ എല്ലാവരും അർഹിക്കുന്ന ബഹുമാനം നൽകുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും നിങ്ങൾക്ക് എന്തോ വിരക്തിയുണ്ടെന്നും, അതായത് ഇപ്പോൾ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടായാലും നിങ്ങൾ നല്ല ഉയർച്ചയിൽ, നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് നിങ്ങൾ ഇപ്പോൾ ഉയർച്ചയിലാണുള്ളതെന്ന് പറയുന്നു. പക്ഷേ എന്തുകൊണ്ടോ നിങ്ങൾക്ക് തൃപ്തിയില്ല എന്നൊരവസ്ഥയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നും യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾക്ക് എന്തുകൊണ്ടോ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു തൃപ്തി കിട്ടിയിട്ടില്ല ഇതുവരെയും, നിങ്ങൾ തൃപ്തരല്ല ഒന്നിലും എന്നാണ് പറയുന്നത്. അപ്പം നിങ്ങളുടെ പ്രശ്നം എന്ത് എന്ന് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഏത് കാര്യവും സംതൃപ്തിയോടുകൂടി മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് കിട്ടുന്ന കുറച്ച് കാര്യമാകട്ടെ, അല്ലെങ്കിൽ കുറച്ച് ഫലം നിങ്ങൾക്ക് കിട്ടിയതാവട്ടെ, അതിൽ നിങ്ങൾ പൂർണ്ണമായും സംതൃപ്തരായിരിക്കണം. എന്നാലേ മുന്നോട്ടുള്ള വിജയത്തിന് നിങ്ങൾക്ക് വിജയമുണ്ടാവുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് ആകർഷണമുള്ള വ്യക്തിയെന്ന് പറയുന്നുണ്ട്. ശക്തമായിട്ട് എന്ത് കാര്യവും ശക്തിയും ധീരതയോടും കൂടി പെരുമാറാൻ പറ്റുന്ന ഒരു വ്യക്തിയെന്ന് പറയുന്നത്, ഏത് കാര്യവും ആ രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബന്ധത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരിക്കലും അങ്ങനെയുള്ളൊരു വ്യക്തിയുമായിട്ടാണ് നിങ്ങൾ ബന്ധം സ്ഥാപിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കൊരിക്കലും വിരക്തി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവില്ല. രസകരമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും, അല്ലെങ്കിൽ സന്തോഷം നിറഞ്ഞ ലൈഫായിരിക്കുമെന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടുകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരില്ല എന്ന് പറയുന്നു. അപ്പം അതൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങളോടൊപ്പം ഉള്ളതെങ്കിലെന്നാണ്. അതിന് നിങ്ങളും ആ രീതിയിൽ പെരുമാറിയാൽ മാത്രമേ ഒരു സക്സസ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവൂ എന്നും ഇവിടെ പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വവും നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊരു കാര്യവും സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തു നിന്നും അതിൻ്റേതായ രീതിയിൽ ഒരു കൈകോർക്കലുണ്ടാകണമെന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. പക്ഷേ നിങ്ങളുടെ ഇടയിൽ ചെറിയ കോപത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പരിഹരിക്കാൻ ചില സമയത്തെങ്കിലും നിങ്ങൾക്ക് കഴിയാറില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിച്ച് പോകേണ്ടതാണെന്ന് പറയുന്നു. അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ കുടുംബത്തിന് സുരക്ഷിതത്വവും കരുതലുമൊക്കെ ഉള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നു. എല്ലാ കാര്യങ്ങളിലും വാക്കിലൂടെ അല്ല, പ്രവൃത്തിയിലൂടെയാണ് അവർ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കുന്നതെന്ന് പറയുന്നു. എന്നാൽ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയേണ്ടതുണ്ടെന്നും നിങ്ങളുടെ ബന്ധത്തിൽ കൂടുതൽ ഉറപ്പ് നൽകാൻ കഴിയുന്ന ഒരു വ്യക്തിയായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അത് നിങ്ങൾ കുറച്ചുകൂടെ വ്യക്തിയെ മനസ്സിലാക്കാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ ബന്ധം വളരെ സുഖകരവും സംരക്ഷണം നൽകുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. പക്ഷേ ആ സംരക്ഷണം നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചും ആ ഒരു സംരക്ഷണം കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങോട്ടും തിരിച്ചു കൊടുക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. അതുപോലെ നിങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് സ്വയം ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അവരെ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ കഴിയുമെങ്കിൽ അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഇതുപോലൊരു പങ്കാളി ഇനി നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു. അതായത് യൂണിവേഴ്സ് പറയുന്ന രീതിയിലുള്ള ഒരു പങ്കാളിയാണെങ്കിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ സ്വയം മനസ്സിലാക്കണമെന്ന് പറയുന്നു. ഏത് രീതിയിലാണോ നിങ്ങളുടെ പങ്കാളി എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കാൻ പറയുന്നുണ്ട്. അവരും നിങ്ങളും നിങ്ങളുമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സന്തോഷത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ പോരായ്മകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാം എന്നാണ്. അത് നിങ്ങളുടെ ഭാഗത്താണ് ഡിസിഷൻ എടുക്കാൻ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഹാപ്പിയിലാണ് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്കതിനൊരു പ്രശ്നം ഉണ്ടാവില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ നിങ്ങൾ പ്രശ്നമുണ്ടാക്കുന്നവരാണെങ്കിൽ അത്
ബുദ്ധിമുട്ടായ കാര്യമെന്നാണ് പറയുന്നത്. അപ്പോൾ പ്രശ്നമുണ്ടാക്കേണ്ട സാഹചര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കി പോകാനാണ് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണെന്ന് പറയുന്നു. മറ്റ് വ്യക്തിയെ അത് ബാധകമല്ല, മറ്റ് വ്യക്തിക്ക് നിങ്ങളുടെ സന്തോഷത്തിന് മറ്റു വ്യക്തി ബാധകമല്ല എന്ന് പറയുന്നു. അത് സന്തോഷമായാലും ദുഃഖമായാലും നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് നിങ്ങൾ മാത്രമാണ്. മറ്റൊരാളിനും നിങ്ങൾക്ക് സന്തോഷമോ സങ്കടമോ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുതരാൻ കഴിയില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ജീവിതത്തിലേക്ക് സന്തോഷമോ ദുഃഖമോ കൊണ്ടുവരാൻ നിങ്ങൾക്ക് മാത്രമാണ് അനുവാദമുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരെങ്കിലും അനുവദിക്കണം നിങ്ങളുടെ ലൈഫിലേക്ക്. നിങ്ങൾക്ക് ഒരുപാട് വേദന തരാനും അല്ലെങ്കിൽ സന്തോഷം തരാനും നിങ്ങൾ മറ്റൊരു വ്യക്തിയെ അനുവദിച്ചാൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷവും ദുഃഖവും കൊണ്ടുതരാൻ കഴിയൂ. അല്ലാതെ മറ്റൊരാളിനെ നിങ്ങൾ അനുവദിക്കാതെ ആർക്കും നിങ്ങളെ വേദനിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും യൂണിവേഴ്സ് പറയുന്നു, ഇവിടെ എന്ത് തന്നെ വന്നാലും അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് നിങ്ങൾക്ക് മാത്രമാണെന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതമാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം നോക്കിക്കാണേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നിങ്ങളാ വ്യക്തി നിങ്ങളുമായിട്ട് മാച്ചാവുന്ന ഒരു ക്യാരക്ടറാണോ എന്ന് നിങ്ങളാദ്യം സ്വയം പരിശോധിക്കുക. നിങ്ങൾക്ക് ആ വ്യക്തിയെ കിട്ടാൻ അർഹതയുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളെ കിട്ടാൻ ആ വ്യക്തിക്ക് അർഹതയുണ്ടോ എന്ന് സ്വയം നിങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യാനാണ് പറയുന്നത്. അല്ല നിങ്ങൾക്ക് പറ്റുന്ന ബന്ധം ഇതിവിടെ യൂണിവേഴ്സ് വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾ പഴയ സ്നേഹം ഇപ്പോഴും നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾ പഴയതുപോലെ തന്നെയാണോ ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്, നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ ഹാപ്പിനെസ് ഇപ്പോഴും അനുഭവിക്കുന്നുണ്ടോ, നിങ്ങൾ സന്തോഷിതരാണോ എന്ന് യൂണിവേഴ്സ് ചോദിക്കുന്നു. നിങ്ങൾ രണ്ടാളും ഒരുപോലെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന വ്യക്തികളാണോ, അതിലൊക്കെ സന്തോഷം നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ, എല്ലാം പഴയതുപോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു കപ്പിൾസ് ആയിരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ തമ്മിൽ തന്നെയാണ് ഒരുമിച്ച് പോകേണ്ടത് എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാവൂ നിങ്ങളുമായിട്ടുള്ള പങ്കാളി എങ്ങനെയെന്നുള്ളത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ്. നിങ്ങളൊരു പങ്കാളിയെ ചൂസ് ചെയ്യേണ്ടത് ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമാണുള്ളതെന്ന് പറയുന്നു. ഇവിടെ ഇന്നത്തെ സ്പ്രെഡ് അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ പറയാൻ വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് പറ്റിയ ഒരു പങ്കാളിയെ നിങ്ങൾ തന്നെ ഉത്തരവാദിത്വത്തോടു കൂടി ചൂസ് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു പേരിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരത്തില്ല എന്ന് പറയുന്നു. അപ്പോൾ ആരുടെയും വാക്കുകൾ കേട്ടുകൊണ്ട് നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കണ്ട. നിങ്ങൾക്ക് അത് ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്, സന്തോഷത്തിലാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് തുടർന്ന് പോകുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ മാക്സിമം റീഡ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.